യൂണിറ്റി കപ്പിൽ ആദ്യത്തെ മത്സരത്തിൽ ഇന്ത്യ ജമൈക്കയ്ക്കെതിരെ പൊട്ടി. സ്വാഭാവികം. അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇന്ത്യയും ജമൈക്കയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യ പരാജയപ്പെടാൻ തന്നെയാണല്ലോ സാധ്യത കൂടുതൽ. പക്ഷേ പറഞ്ഞു വന്നാൽ അതല്ല. ഇന്ത്യയുടെ അടുത്ത മത്സരം സിംബാബ്വെക്കെതിരെയാണ്. സിംബാബ്വേലാണെങ്കിൽ നല്ല ലീഗ് കളിക്കുന്ന കിഡിലൻ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. സോ സിംബാബ്വെക്കെതിരെ നമ്മൾ പരാജയപ്പെടും എന്നുള്ളൊരു മുൻവിധിയോടുകൂടി കളിയൊന്നും കാണാണ്ടിരിക്കേണ്ട. ചിലപ്പോൾ ലോട്ടറി അടിച്ചാലോ, ഫുട്ബോളാണ്. ആ കുമ്മായ വരയ്ക്കുള്ളിൽ 90 മിനിറ്റുകൾക്കുള്ളിൽ എന്താണ് നടക്കുക എന്ന് പ്രവചിക്കാൻ പറ്റത്തില്ല. പക്ഷെ പറഞ്ഞു വന്നാൽ അതൊന്നും അല്ല. ഇതിൻ്റെ ഇടയിൽ നിരാശപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടിയുണ്ട്. ജമൈക്കയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ സൂപ്പർ താരം എന്ന് വിളിക്കാൻ കഴിയുന്ന റയാൻ വില്യംസ് പണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ നിതാന്ത ശത്രു ആയിരുന്നു. അത് പോട്ടെ. ഇപ്പം ഇന്ത്യൻ ഫുട്ബോളിന് പുതിയ വഴി തുറന്ന രക്ഷകനായിട്ടാണ് റയാൻ വില്യംസിനെ നമ്മളെല്ലാവരും കാണുന്നത്. സോ കോൾഡ് ലെജൻസുകൾ അട്ടിപ്പേർ അവകാശം പോലെ കൊണ്ടുവന്ന് നടന്ന പൊസിഷനിൽ റയാൻ വില്യംസ് വന്നതോടുകൂടി കുറച്ച് വേഗതയും ചടുലതയൊക്കെ വന്നു. താരങ്ങളുടെ മെൻറ്റാലിറ്റിയും മൊത്തത്തിൽ മാറി. ഖാലിദിന്റെ കാര്യത്തിൽ കുറേ മണ്ടത്തരങ്ങൾ പുള്ളി നടത്തുന്നുണ്ട്. ഇത്രയും മത്സരങ്ങളായിട്ടും പുതിയ താരങ്ങളെ പരീക്ഷിക്കാൻ പുള്ളി മടി കാണിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പറഞ്ഞ് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അങ്ങോട്ടൊന്നും പോണ്ട. റയാൻ വില്യംസിന് പരിക്ക് പറ്റിയിടെ. അപ്പം സിംബാബ്വേക്കെതിരെയുള്ള മത്സരത്തിന് റയാൻ വില്യംസ് കളിക്കാൻ ഉണ്ടായിരിക്കത്തില്ല. ആ ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കടുകേറിപ്പോയെന്നറിയാം. സോറി. ജമൈക്കയ്ക്കെതിരെയുള്ള മത്സരത്തിൽ പരിക്ക് പറ്റിയതുകൊണ്ട് ഇന്ത്യയുടെ മുന്നേറ്റ നിരയുടെ മുഴുവൻ പ്രതീക്ഷയും ചുമലിൽ കൊണ്ട് നടക്കുന്ന നമ്മുടെ ഇറക്കുമതിയിലെ പടുകൂറ്റൻ ഐറ്റമായിട്ടുള്ള റയാൻ വില്യംസ് അടുത്ത മത്സരത്തിൽ ഉണ്ടായിരിക്കത്തില്ല എന്ന് പറയാൻ വന്നതാണ്. ബൈ.